നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അല്ലേ ജിയോഗ്രഫിയുടെ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഓർഡറിൽ പഠിച്ചു വരിക കേട്ടോ. ഡേ 1 മുതൽ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിച്ചു വരിക. ഓക്കെ. അപ്പോൾ അല്ലേ നമ്മൾക്ക് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ എടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? അല്ലേ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് നമ്മളില്ലേ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രധാനമായിട്ടും 5ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? നമ്മുടെ ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, പിന്നെ അല്ലേ മരുഭൂമികൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, പിന്നെ ഉപദ്വീപീയ പീഠഭൂമി വരുന്നുണ്ട്, പിന്നെ രണ്ട് സൈഡിലും നമ്മുടെ തീരപ്രദേശങ്ങൾ വരുന്നുണ്ട്, പിന്നെ അല്ലേ താഴത്തോട്ട് നമ്മുടെ കടലുകളിലെ അതായത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ദ്വീപുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറഞ്ഞത് അല്ലേ. പിന്നീട് നമ്മൾ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. പ്രധാനമായിട്ടും ഉത്തരപർവ്വത മേഖലയെ അല്ലെ 3ആയിട്ട് തരംതിരിക്കുന്നു എന്നൊക്കെ പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? ഹിമാലയം, അതുപോലെ ഹിമാലയം, പിന്നെ എന്താണ് കിഴക്കൻ മലനിരകൾ, ഇങ്ങനെ 3ആയിട്ടൊക്കെ തരംതിരിക്കുന്നുണ്ട് അല്ലേ. ഹിമാലയത്തെ വീണ്ടും നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നത്? കാറക്കോറം, അതുപോലെ ലഡാക്ക്, സസ്കർ. പിന്നെ നമ്മുടെ ഹിമാലയത്തെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ക്ലിയർ അല്ലേ. പിന്നെ കിഴക്കൻ മലനിരകളിലെ ഏതൊക്കെയാണ്? നമ്മുടെ പത്കായി ഭൂമ, പിന്നെ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ, ഇതൊക്കെയാണ് എന്തില് കിഴക്കൻ മലനിരകളിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അല്ലേ നമ്മൾ പ്രധാന നദികളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലേ. ഹിമാലയൻ നദികളെ കുറിച്ചിട്ടും അതുപോലെ ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലേ. പ്രധാന ഹിമാലയൻ നദികളാണ് ഏതൊക്കെയാണ്? നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ. അപ്പൊ അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാന്നൊക്കെ നോക്കി. പിന്നെ എന്താണ് അവ ഉത്ഭവിക്കുന്നതും അത് പതിക്കുന്നതും അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചേക്കുക. പോഷക നദി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ദെൻ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാന്നൊക്കെ പഠിച്ചില്ലേ. നമ്മുടെ പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നമ്മുടെ കൃഷ്ണ, ഗോദാവരി, കാവേരി, അതുപോലെ മഹാനദി, നർമ്മദ, താപ്തി, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഉപദ്വീപീയ നദികളാണ്. ഓക്കെ. പിന്നെ അതിന്റെ അല്ലെ ഓരോന്നിന്റെയും ഉത്ഭവവും അതുപോലെ അതിന്റെ പോഷക നദികളും ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോഷക നദികൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ എന്താണ്? നമ്മുടെ പതന സ്ഥാനം അല്ലെ, അതും ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. ഒരു ഓർഡറിൽ പഠിച്ചു വരിക. കുറച്ച് അല്ലേ അത്യാവശ്യം എന്താ പറയാ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്നത്. അത്യാവശ്യം പഠിക്കാനുണ്ട്, നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലെവലിൽ പഠിച്ചു വരിക. ഓക്കെ. നമ്മുടെ കയ്യിൽ കുറച്ച് സമയമുള്ളൂ. ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പഠിച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ റിവൈസും ചെയ്യുക. റിവൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് എഴുതുക, ചെറിയ ഷോർട്ട് നോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് റിവൈസ് ചെയ്ത് വരിക. മറ്റേത് നിങ്ങൾക്ക് PDF മാത്രം നോക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം, 1.5 മാസം, അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് വരണമെങ്കിൽ വീണ്ടും ഈ PDF എല്ലാം വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ സമയത്ത് എന്താണ്, നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അത് യൂസ് ചെയ്യാനായിട്ട് അല്ലേ. പഠിക്കാനും വളരെ കുറച്ചായിട്ടേ തോന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പൊ ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പൊ ക്ലാസ്സിലോട്ടില്ലേ നമുക്കൊന്ന് ഫസ്റ്റ് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞില്ലേ ഹിമാലയൻ നദികളും അതുപോലെ ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ ഹിമാലയൻ നദികളും അതുപോലെ ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നൊക്കെ നോക്കാം. ഓക്കെ. അതിൽ ഫസ്റ്റ് വണ്ണ് നോക്കാം. ഹിമാലയൻ നദികളിലെ നമുക്കറിയാം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെ. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നാണ് അത് ഉത്ഭവിക്കുക. എന്നാൽ ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാലോ അല്ലെ, ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് എന്താണ്? അടുത്തതല്ലേ ഹിമാലയ നദികൾ എന്ന് പറഞ്ഞാൽ അല്ലേ അത്രയും ഉയരമുള്ള മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ്, ഇതിന്റെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിരിക്കും. ഓക്കെ. അപ്പൊ ഹിമാലയ നദികൾക്ക് എന്താണ്, അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശമാണ് ഉണ്ടാവുക. എന്നാൽ ഉപദ്വീപീയ നദികളിലെ ഇതിന്റെ അത്രയും ഉയരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് എന്താണ്, താരതമ്യേന ഇതിന്റെ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവയെ അതായത് ഹിമാലയൻ നദിയെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, കുറഞ്ഞൊരു വൃഷ്ടി പ്രദേശം മാത്രമേ എന്തിനുണ്ടാവുള്ളൂ, നമ്മുടെ ഉപദ്വീപീയ നദികൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ദെൻ അടുത്തതിലെ അപരദന തീവ്രത കൂടുതലായിരിക്കും അല്ലെ. നമുക്കറിയാം ഉയരമുള്ള മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ എന്താണ്, ഇപ്പൊ വളരെ സ്പീഡിലായിരിക്കും അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒഴുകി വരിക അല്ലെ. ഒരുപാട് എന്താണ് അവസാദങ്ങളൊക്കെ ചേർന്നിട്ട് അത് ഒഴുകി വരുമ്പോൾ ഇതിന്റെ അപരദന തീവ്രത എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ ഉപദ്വീപീയ നദികളിലെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപദ്വീപീയ നദികളിലോട്ട് വരുമ്പോൾ എന്താണ്, ഈ ഹിമാലയൻ നദികളെക്കാളും കുറവായിരിക്കും. അത് ഓർത്ത് വെച്ചേക്കാം. അടുത്തതില്ലേ നമ്മുടെ ഹിമാലയൻ നദികൾ എന്താണ് സൃഷ്ടിക്കുന്നത് അല്ലെ, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ എന്താണ്, ഇവ സമതലങ്ങളിൽ എത്തുമ്പോൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യും. അതും ഓർത്ത് വെച്ചേക്കുക. എന്താണ്, അപ്പൊ ആരാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് ചോദിച്ചാൽ ഹിമാലയ അല്ലെ. ഹിമാലയൻ നദികൾ എന്താണ്,
പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും അത് സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യും. ഓക്കെ. എന്നാൽ ഉപദ്വീപീയ നദികൾ എങ്ങനെയാണ് അല്ലെ? ഇവ ഏതിലൂടെ പോകുന്നത് അല്ലെ? കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് ഒഴുകുന്നത് അല്ലെ? നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ്? കാഠിന്യമേറിയ ശിലകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവയ്ക്ക് അഗാധമായ താഴ്വരകളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. ഓക്കെ. അടുത്തത് എന്താ നോക്കാം. ഇവയ്ക്ക് ഹിമാലയ നദിക്ക് ഉയർന്ന ജലസേചന ശേഷി ഉണ്ടായിരിക്കും അല്ലെ? നമുക്കറിയാം അല്ലെ? ഒരുവിധം എല്ലാ നീളം കൂടിയ നദികളും അല്ലെങ്കിൽ ധാരാളം എന്താണ് ജലമൊക്കെ ഉൾക്കൊണ്ടുവരുന്ന നദികളൊക്കെ ഏതിലാണ്? ഹിമാലയൻ നദികളിലാണ് അല്ലെ? അപ്പൊ അവയ്ക്ക് എന്താണ്? ഉയർന്ന ജലസേചന ശേഷിയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. എന്നാൽ ഉപദ്വീപീയ നദികൾക്കോ ഇതിന്റെ അത്രയും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എന്തായിരിക്കും? കുറഞ്ഞ ജലസേചന ശേഷിയായിരിക്കും. ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്തതിലെ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ഗതാഗതത്തിന് സാധ്യത ഏതാണ്? ഹിമാലയൻ നദികൾക്കാണ് കേട്ടോ. അപ്പൊ സമതല പ്രദേശങ്ങളിൽ എന്താണ് ഇവയ്ക്ക്? ഉൾനാടൻ ജലഗതാഗതത്തിന് എന്തുണ്ട്? സാധ്യതയുണ്ട്. എന്നാൽ ഉപദ്വീപീയ നദികളിൽ എന്താണ് അല്ലെ? ഉൾനാടൻ ഗതാഗതത്തിന് എന്താണ്? സാധ്യത കുറവാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടി നോക്കിക്കേ. ഹിമാലയ നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവയ്ക്ക് എന്തുണ്ടായിരിക്കും? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ഉണ്ടായിരിക്കും. പിന്നെ ഇവരുടെ അപരദന തീവ്രത എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. പിന്നെന്താണ് ഇതല്ലേ? പർവ്വത മേഖലകളിൽ എന്തുണ്ടാക്കുന്നു? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും ഇവിടെ സമതലങ്ങളിലോട്ട് എത്തുമ്പോൾ എന്താണ്? ഇവ വളഞ്ഞു പൊളഞ്ഞൊഴുകുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഇവയ്ക്ക് വലിയ നദികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഉയർന്ന ജലസേചന ശേഷിയായിരിക്കും. പിന്നീട് എന്താ പറഞ്ഞത്? സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഉപദ്വീപീയ നദികളിലോട്ട് വരുമ്പോൾ എന്താണ്? ഇവയ്ക്കൊക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവ ഈ ഹിമാലയ നദികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ. അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം അല്ലെ? വീണ്ടും പീഠഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ഇത് വീണ്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? അവിടുത്തെ പ്രധാന എന്താണ് ധാതു നിക്ഷേപങ്ങളൊക്കെ കൂടുതൽ എവിടെയാണ്? പീഠഭൂമിയിലാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ലൊക്കെയാണ് അവിടുത്തെ പ്രധാന എന്തെന്ന് പറയുന്നത്? ധാതു നിക്ഷേപം എന്ന് പറയുന്നത്. അതുപോലെ അല്ലേ അവിടത്തെ നമുക്കറിയാം ഏതൊക്കെയുണ്ട്? പരുത്തിയിലെ അവിടെ കറുത്ത മണ്ണുള്ളത് കൊണ്ട് തന്നെ പരുത്തി കൃഷി ഒക്കെ അനുയോജ്യമാണ്. അവിടെ പരുത്തി ഉണ്ട്. അതുപോലെ പയർ വർഗ്ഗങ്ങളും നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് ഇതൊക്കെ അവിടെയും കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സമുദ്ര തീരങ്ങളിലൂടെ അല്ലെ? ആ ഒരു ഭാഗത്ത് ദ്വീപുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? അല്ല, അതിന്റെ മുന്നേ നമുക്ക് എന്താണ്? പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എവിടെയാണ് പടിഞ്ഞാറൻ തീരസമതലം, അതുപോലെ എവിടെയാണ് കിഴക്കൻ തീരസമതലം എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പൊ എവിടെ മുതലാണ്? ഈ ബോക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഏതാണ്? നമ്മുടെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എവിടെയാണ്? നമുക്കറിയാം ഇവിടെ നമ്മുടെ കേരളം കിടക്കുന്നുണ്ടല്ലേ. ഇവിടെ നിന്ന് തൊട്ട് ഈ ഭാഗത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ പശ്ചിമഘട്ടം കിടക്കുന്നത് അല്ലെ? പശ്ചിമഘട്ടം മലനിരകൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചിമഘട്ടം മലനിരകൾക്കും അതുപോലെ നമ്മുടെ അറബിക്കടൽ അല്ലെ, ഈ അറബിക്കടലിനും ഇടയിലാണ് എന്ത് കിടക്കുന്നത്? ഇതാണ് അറബിക്കടൽ അല്ലെ? അപ്പൊ ഈ അറബിക്കടലിനും പശ്ചിമഘട്ടം മലനിരകൾക്കും ഇടയിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം കിടക്കുന്നത്. ഈ ഒരു പിങ്ക് കളറിൽ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ തീരസമതലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം ഏതിന്റെ ഇടയിലാണ് കിടക്കുന്നത്? നമ്മുടെ ഇതിലൂടെ പോകുന്ന പശ്ചിമഘട്ടത്തിനും അതുപോലെ അറബിക്കടലിനും ഇടയിലാണ്. ഓക്കെ. അടുത്തത് എന്താ പറയുന്നത്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് അല്ലെ? നമുക്കറിയാം റാൻ ഓഫ് കച്ച് എവിടെയാണ്? ഗുജറാത്തിൽ അല്ലെ? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ മുതൽ അല്ലെ ഇങ്ങനെ വന്നിട്ട് എവിടെ വരെയാണ്? നമ്മുടെ ഈ തറ്റത്തിലെ ഈ ഇന്ത്യയുടെ ഏറ്റവും ഈ തെക്കേ അറ്റത്തിലെ കന്യാകുമാരിയാണ്. അപ്പൊ ഈ ഒരു കന്യാകുമാരി മുതൽ എവിടെ വരെയാണ്? റാൻ ഓഫ് കച്ച് വരെയാണ് എന്ത് കിടക്കുന്നത്? പടിഞ്ഞാറൻ തീരസമതലം കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു പടിഞ്ഞാറൻ തീരസമതലത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? എത്രയായിട്ട്? 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ ഒരു പടിഞ്ഞാറൻ തീരസമതലത്തെ ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് ഭാഗം അല്ലെ, ഇതിനെന്ത് പറയുന്നു? നമ്മുടെ കൊങ്കൺ തീരസമതലം എന്നാ പറയാം അല്ലെ? മഹാരാഷ്ട്രക്ക് ഉൾപ്പെടുന്ന കൊങ്കൺ തീരസമതലം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് അതിന് മുന്നിലെ ഗുജറാത്ത് തീരസമതലം ഉണ്ട്. ഇങ്ങനെ വരുന്നത് ഗുജറാത്ത് തീരസമതലാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടില്ലേ, ഇങ്ങോട്ടാണ് നമ്മുടെ കൊങ്കൺ തീരസമതലം വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് എന്താണ്? നമ്മുടെ മലബാർ തീരസമതലം. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ഗുജറാത്ത് തീരസമതലം വരുന്നുണ്ട്, കൊങ്കൺ തീരസമതലം വരുന്നുണ്ട്, അതുപോലെ മലബാർ തീരസമതലം. അപ്പൊ നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ അതിൽ ഫസ്റ്റിലെ ഇവിടെ മുതൽ ഗുജറാത്ത് നിന്നല്ലേ തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഗുജറാത്ത് മുതൽ ഇങ്ങനെ വരുന്നത് ഭാഗം ഏതാണ്? ഗുജറാത്ത് തീരസമുദ്രം. പിന്നീട് ഇവിടുന്ന് വരുന്നതിലെ നമ്മുടെ മഹാരാഷ്ട്ര മുതൽ ഇങ്ങോട്ട് ഏതാണ്? കൊങ്കൺ തീരസമുദ്രവും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കേരളത്തോട്ട് വരുമ്പോൾ ഏതാണത്? മലബാർ തീരസമുദ്രമാണ്. അപ്പൊ ചോദിക്കാം അല്ലെ, ഏതാ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന തീരസമുദ്രം ചോദിച്ചാൽ ഏതാണ്? മലബാർ തീരസമുദ്രമാണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കുക. ഏതാണ്? മലബാർ തീരസമുദ്രത്തിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ പിന്നെ ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി ഉണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് ഏത് തീരസമുദ്രത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണ് കേട്ടോ. അപ്പൊ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണ്. നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ കിഴക്കൻ തീരസമുദ്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കിഴക്കൻ തീരസമുദ്രം എവിടെ മുതലാണ്? അതിന് മുന്നേ ഏതൊക്കെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ഒന്നല്ലേ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഇതാണല്ലേ നമ്മുടെ പൂർവ്വഘട്ടം. ഇത് പശ്ചിമഘട്ടമാണ് അല്ലെ, ഇങ്ങനെ പോകുന്നതാണ് പശ്ചിമഘട്ടം. ഇതിലൂടെ പോകുന്നത് ഏതാണ്? പൂർവ്വഘട്ട മലനിരകളാണ് കേട്ടോ. ഓക്കെ, പൂർവ്വഘട്ട മലനിരകളാണ് ഇതിലൂടെ പോകുന്നത്. അപ്പൊ ഈ പൂർവ്വഘട്ട മലനിരകൾക്കും അതുപോലെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെ ഈ ഭാഗം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് അല്ലെ. അപ്പൊ ഈ ഒരു ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ട മലനിരകൾക്കും ഇടയിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ കിഴക്കൻ തീരസമതലം കാണുന്നത്. ക്ലിയർ അല്ലേ? ഏതിന്റെ ഇടയിലാണ്? ബംഗാൾ ഉൾക്കടലിനും പിന്നെ ഇവിടെ ആരാണ്? പൂർവ്വഘട്ട അല്ലെ. ഈ പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം കാണുന്നത്. എന്നാൽ പടിഞ്ഞാറൻ തീരസമതലം ഏതിന്റെ ഇടയിലാണ്? നമ്മുടെ അറബിക്കടലിനും അതുപോലെ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. മാറിപ്പോകരുത് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? ഇനി ഏത് മുതൽ ഏത് വരെയാണെന്നാ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഈ ഒരു കിഴക്കൻ തീരസമതലം കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആരാണ്? സുന്ദരവന പ്രദേശം അല്ലെ. നമ്മുടെ പശ്ചിമ ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ ഇങ്ങനെ താഴത്തോട്ട് വന്നിട്ട് ഇവിടെ ആരാണ് കിടക്കുന്നത്? കന്യാകുമാരിയാണ് അല്ലെ. നമ്മുടെ തെക്കേറ്റത്താര കിടക്കുന്നത്? കന്യാകുമാരിയാണ്. അപ്പം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് എന്ത് നീണ്ടു കിടക്കുന്നത്? നമ്മുടെ കിഴക്കൻ തീരസമതലം നീണ്ടു കിടക്കുന്നത്. ഓക്കെ, ഇനി ഒരു പ്രത്യേകത എന്താണ്? ഇതിന്റെ വീതി നിങ്ങൾ നോക്കിക്കേ. ഈ പടിഞ്ഞാറൻ തീരസമതലത്തിനാണോ കിഴക്കൻ തീരസമതലത്തിനാണോ വീതി കൂടുതൽ? വീതി ഏതിനാ കൂടുതൽ? നമ്മുടെ കിഴക്കൻ തീരസമതലത്തിനല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് വളരെ മെലിഞ്ഞിട്ട് ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലെ. ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി കുറച്ച് വീതി കൂടുതലാണ്. അപ്പൊ ഇതിന് വീതി ഏതിനാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏതിനാണ്? നമ്മുടെ കിഴക്കൻ തീരസമതലത്തിനാണ് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഏതിനാണ് വീതി കൂടുതൽ ചോദിച്ചാൽ ഏതാണ്? കിഴക്കൻ തീരസമതലത്തിനാണ്. ഓക്കെ, ഇനി ഇതും തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് മൂന്നായിട്ടല്ലേ. പടിഞ്ഞാറൻ തീരസമതലം ആദ്യത്തെ ഗുജറാത്ത് തീരസമതലം എന്നും അതുപോലെ കൊറമണ്ടൽ അല്ല കൊങ്കൺ തീരസമതലം എന്നും അതുപോലെ മലബാർ തീരസമതലം എന്നുമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ കിഴക്കൻ തീരസമതലം എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്? രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണത്? ഈ ഭാഗത്തിലെ തമിഴ്നാട് മുതൽ ഇങ്ങോട്ട് വരുന്ന കൊറമാണ്ടൽ തീരസമതലവും പിന്നെ ഇങ്ങോട്ടേക്ക് ഏതാണ് വരുന്നത്? വടക്കൻ സിർക്കാസ് എന്നാണ് പറയാട്ടോ. ഈ ഒരു ഭാഗത്ത് എന്താ പറയാ? വടക്കൻ സിർക്കാസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഭാഗമാണ് കൊറമാണ്ടൽ തീരസമതലം. നമ്മുടെ തമിഴ്നാടൊക്കെ ഏതിന്റെ ഭാഗം ചോദിക്കാറുണ്ട്. അത് ഏതാണ്? കൊറമാണ്ടൽ തീരസമതലമാണ് കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കൊറമാണ്ടൽ തീരസമതലമാണ്. പിന്നെ അതിന്റെ തൊട്ട് മുകളിലോട്ട് വരുന്ന ഭാഗമാണ് വടക്കൻ സിർക്കാസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം മൂന്നായിട്ടും നമ്മുടെ കിഴക്കൻ തീരസമതലം രണ്ടായിട്ടുമാണ് തരംതിരിക്കുന്നത്. ഇനി ഇവിടെയാണ് എന്ത്? ഡെൽറ്റകൾ ചോദിക്കാറുണ്ട്. ഡെൽറ്റകൾ ഏത് ഭാഗത്താണ് രൂപീകരിക്കുന്നത്? നമ്മുടെ കിഴക്കൻ സമതലത്തിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് കായലുകളും അഴിമുഖങ്ങളാണ് കാണാൻ പറ്റുന്നത് അല്ലെ. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തില്. എന്നാൽ ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കിഴക്കൻ തീരസമതലത്തിലാണ് കേട്ടോ. അപ്പൊ എന്താണ് ഡെൽറ്റകൾ എന്ന് അറിയാത്തവരുണ്ടാവില്ലേ. അപ്പൊ എന്താണ് ഡെൽറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാലേ, ഇതിലൂടെ ഒരുപാട് നദികൾ വരുന്നുണ്ട് അല്ലെ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഉത്ഭവിച്ച് ഒരുപാട് നദികൾ എവിടെ വന്ന് പതിക്കുന്നുണ്ട്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നദികൾ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ട് പതിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമോ? അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ താഴ്വര പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഇവരുടെ സ്പീഡൊക്കെ കുറയൂലേ. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ? നദികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നദികൾ എങ്ങനെയാണ് വരുന്നത്? ഒരുപാട് അവസാദങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാവും വരിക അല്ലെ. അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് അതിൽ കല്ലും അതുപോലെ മണ്ണും ചെളിയും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാവും ഇവർ വരുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും? ഇവർക്ക് സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? അതുപോലെ സമതല പ്രദേശം എത്തുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് അങ്ങ് നിക്ഷേപിക്കും. ഓക്കെ, പതിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒക്കെ വെച്ചിട്ട് അത് നിക്ഷേപിക്കും. ഈ നിക്ഷേപണം പിന്നീട് എന്തായി മാറുന്നു? സ്ഥിരമായിട്ട് ഇങ്ങനെ നദികൾ ഇത് കൂടെ പോവല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്ഷേപിച്ച് ഇവിടുത്തെ
ഇവിടെ ഈ മണ്ണും മണലും എല്ലാം കൂടി ചേർന്നിട്ട് എന്താവും ഒരു ഭൂരൂപമായിട്ട് രൂപപ്പെടും. ഈ ഭൂരൂപത്തിന് എന്താ ആകൃതിയാവും എന്നാ പറഞ്ഞത്? ഒരു ത്രികോണ ഷേപ്പ് ആയിരിക്കും കേട്ടോ, ഒരു ത്രികോണ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് അല്ലേ ഡെൽറ്റ എന്ന് അതിനെ അറിയപ്പെടുന്നത് അല്ലെ. ത്രികോണ ഷേപ്പിലുള്ളതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയല്ലേ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെൽറ്റ രൂപീകരണം നടക്കുന്ന തീരസമതലം ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കിഴക്കൻ തീരസമതലമാണ്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം നമുക്ക്. പ്രധാനമായിട്ടില്ലേ നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രവും അതുപോലെ കിഴക്കൻ തീരസമുദ്രവും, രണ്ട് തീരസമുദ്രം നമുക്കുള്ളത്. ഇവിടെ ആരുണ്ട്? അറബിക്കടലും ഇവിടെ ബംഗാൾ ഉൾക്കടലും. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഏതിന്റെ ഇടയിലാണ് കിടക്കുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് ആരുള്ളത്? പടിഞ്ഞാറൻ തീരസമുദ്രം ഉള്ളത് അല്ലെ. ആരുടെ ഇടയിലാണ്? ഇവിടെ പശ്ചിമഘട്ടം ഉണ്ട്, ഇവിടെ അറബിക്കടലുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ വീതി ചോദിച്ചാൽ എന്താണ്? വീതി കുറവാണ് അല്ലെ. ഈ ഒരു പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. പിന്നെ ഇതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അല്ലെ, ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഗുജറാത്ത് തീരസമതലം, പിന്നെ ഇങ്ങോട്ട് അല്ലെ കൊങ്കൺ തീരസമതലം, പിന്നെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന മലബാർ തീരസമതലം. ഓക്കെ, പിന്നെ അല്ലെ ഇങ്ങോട്ട് വന്ന് ഇവിടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നമ്മുടെ കായലുകളും അഴിമുഖങ്ങളും ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. പിന്നെ കിഴക്കൻ തീരസമതലത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? എവിടെ മുതലാണ് അല്ലെ? സുന്ദരവനം മുതൽ നമ്മുടെ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന് വീതി എന്താണ്? കൂടുതലായിരിക്കും. പിന്നെ അല്ലെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണത്? ഇവിടെ തമിഴ്നാട് മുതൽ അങ്ങോട്ട് ഏതാണ്? കൊറമാണ്ടൽ തീരസമതലവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വടക്കൻ സിർക്കാസുമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അല്ലെ എന്താണ് ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ കിഴക്കൻ തീരസമുദ്രത്തിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം പറയുന്നത് ദ്വീപുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനിയാണ് നമുക്കല്ലേ നമ്മുടെ ലക്ഷദ്വീപും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് വൺ ലക്ഷദ്വീപിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലക്ഷദ്വീപ് നമുക്കറിയാം എവിടെയാണ്? അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ അറിയാം അല്ലെ. അപ്പൊ അതിൽ നോക്കൂ, 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപ സമൂഹത്തിലുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 36 ദ്വീപുകളാണ് എവിടെയുള്ളത്? നമ്മുടെ ലക്ഷദ്വീപിലുള്ളത്. അതിൽ എന്നാൽ 11 ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ളൂ. ഓക്കെ, അപ്പൊ 36 ദ്വീപുകൾ ഉണ്ടെങ്കിലും അവിടെ എന്താണ്? 11 ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ളൂ, ജനങ്ങൾ അവിടെ താമസിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് ഓർത്ത് വെക്കുക. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അതൊക്കെയാണ് അവിടുത്തെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിൽ ഇമ്പോർട്ടന്റ് എന്താണ്? നമ്മുടെ ഈ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം അല്ലെ, അത് ചോദിക്കാറുണ്ട്. ഏതാണ്? കവരത്തിയാണ്. ഏതാണ്? പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ദ്വീപുകളാണ്? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അതില് 11 ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ളൂ. ഓക്കെ, പിന്നെ അല്ലേ ഇതിന്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കവരത്തിയാണ്. ഓർത്ത് വെച്ചേക്കുക, കവരത്തി. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അല്ലെ. അടുത്തൊരു ദ്വീപാണ് ഇവിടെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അവിടെ എന്താണ് അധികം വനങ്ങളാണല്ലേ. അവിടെ അധികം ഉള്ള ആൾക്കാർ എന്താണ്? ഗോത്രവർഗ്ഗക്കാരായ ജനങ്ങളാണ് അല്ലെ. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടുത്തെ ദ്വീപുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് എത്രയാണ്? 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും അതുപോലെ 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്നതാണ് എന്ത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മൊത്തം 219 ദ്വീപുകളാണ് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇതിൽ ഭൂരിഭാഗം ദ്വീപുകളിൽ എന്തില്ല? ജനവാസമില്ല. ഓക്കെ, ഇവിടെ വനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. എത്ര ദ്വീപുകളാണ് ഉള്ളത് ചോദിച്ചാൽ 219 ആണ്. ഇനി സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ എത്രയാണ്? 200 എണ്ണമാണ് എവിടെയുള്ളത്? ആൻഡമാനിലും അതുപോലെ 19 എണ്ണം എവിടെയാണ്? നിക്കോബാറിലുമാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായിട്ടുള്ള ഏതാണ്? അഗ്നിപർവ്വതം ഈ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപിലാണ് ഉള്ളത്. ഓക്കെ, ഇവിടത്തില്ല നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏക അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ബാരൻ ദ്വീപിലാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിന്റെ തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കവരത്തിയാണ്. എന്നാൽ ഈ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ തെക്കേറ്റവും വടക്കേറ്റവും ഉണ്ടല്ലേ. വടക്കേറ്റം ഏതാണ്? ഇന്ദിര കോൾ ആണ് അല്ലെ. എന്നാൽ തെക്കേറ്റവും ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ് കേട്ടോ. അത് എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ നിക്കോബാറിലാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? നിക്കോബാറിലാണ് നമ്മുടെ ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിര പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തെയാണ് നമ്മൾ ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം.
അടുത്ത ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പഠിക്കാത്തൊരു കാര്യം കൂടി ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്കറിയാലേ. ഇപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും എന്താണ് വ്യത്യസ്ത കാലാവസ്ഥയാണ് ഉള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു കാലാവസ്ഥ അങ്ങനെ വ്യത്യസ്ത ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്താണ്, അക്ഷാംശീയ സ്ഥാനം അല്ലേ. നമുക്കറിയാം ഓരോ ഭൂപ്രകൃതിയിൽ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിന്റെ അക്ഷാംശീയ സ്ഥാനം എന്താണ് വ്യത്യാസം ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അക്ഷാംശീയ സ്ഥാനം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, ഈ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തതിലെ ഭൂപ്രകൃതി പറഞ്ഞു അല്ലേ. നമുക്കറിയാം ഇപ്പൊ ഉത്തരപർവ്വത മേഖലയിലുള്ള ആ ഒരു ഭൂപ്രകൃതി ആയിരിക്കില്ല നമ്മുടെ തീരപ്രദേശങ്ങളിലോട്ട് വരുമ്പോ അല്ലേ. അപ്പൊ ആ ഒരു ഭൂപ്രകൃതി എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ സമുദ്ര സാമീപ്യം അല്ലെ, സമുദ്ര സാമീപ്യവും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സമുദ്രത്തിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ട് അല്ലെ ആ ഓരോ ഭാഗത്തെ ഭൂപ്രകൃതിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയും വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷാംശീയ സ്ഥാനം വരുന്നുണ്ട്, ഭൂപ്രകൃതി വരുന്നുണ്ട്, സമുദ്ര സാമീപ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഓക്കെ, ക്ലിയർ അല്ലേ. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തത് നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഋതുക്കളിലെ നമ്മൾ പഠിച്ചതാണല്ലേ. ഋതുക്കൾ എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്, പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് അല്ലേ. നമ്മുടെ ശൈത്യകാലം അല്ലേ, ശൈത്യകാലം ഏത് മാസം മുതലാണ്, നമ്മുടെ ഡിസംബർ മുതൽ തുടങ്ങി ഫെബ്രുവരി വരെ എന്താണ് ശൈത്യകാലമാണല്ലേ. പിന്നെന്താണ് രണ്ടാമത് ഉഷ്ണക്കാലമാണല്ലേ, ഫെബ്രുവരി കഴിഞ്ഞല്ലേ മാർച്ച് മുതൽ ഏകദേശം മെയ് വരെ എന്താണ് ഉഷ്ണക്കാലമാണ്. പിന്നീട് അങ്ങോട്ടല്ലേ ജൂൺ മുതൽ അങ്ങോട്ട് ഒക്ടോബർ വരെ എന്താണ് മഴക്കാലമാണല്ലേ. ഈ മഴക്കാലത്തെ രണ്ടായിട്ട് വീണ്ടും വേർതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും അതുപോലെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലവും. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ. എത്രയാണ് ഋതുക്കളെ എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് അല്ലേ. ശൈത്യകാലം, ഉഷ്ണക്കാലം, അതുപോലെ മൺസൂൺ കാലം. ഈ മൺസൂൺ കാലത്തെയാണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നും അതുപോലെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അല്ലേ, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം ശൈത്യകാലത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ വായിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പറയാത്തൊരു കാര്യമുണ്ട് അല്ലെ, പശ്ചിമ അസ്വസ്ഥതയെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് പശ്ചിമ അസ്വസ്ഥത അല്ലെ, എന്താണ് പറയുന്നത് നോക്കാം. എന്താണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ശൈത്യകാലത്തിന് മറ്റൊരു പ്രത്യേകതയാണ് എന്താ, ഈ ഒരു പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് അല്ലെ. ഏത് സമയത്താ, ശൈത്യകാലത്താണ് അല്ലെ. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപക്കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ അല്ലെ എങ്ങോട്ടേക്ക് നീങ്ങുന്നു, കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ അല്ലെ, പ്രത്യേകിച്ച് എവിടെയാണ്, നമ്മുടെ പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഏത്, ഈ ഒരു പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഈ മഴയാണ് ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് എന്തുണ്ട്, സുപ്രധാന പങ്കുണ്ട്. അപ്പൊ എന്താണ് ജെറ്റ് പ്രവാഹം എന്ന് പറഞ്ഞാൽ, എന്താണ്, ഇതൊരു വായു പ്രവാഹമാണ് അല്ലെ. അതായത് നമ്മുടെ ട്രോപ്പോപാസിലൂടെയുള്ള എന്താണ്, ഒരു വായു പ്രവാഹമാണ് എന്താ, ഈ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത്. ഈ ജെറ്റ് പ്രവാഹം എന്തിനു സഹായിക്കുന്നുണ്ട്, ഈ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ. അടുത്തതിലെ ഉഷ്ണകാലവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാനുള്ളത് പറയാതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അവിടത്തിലെ ഉഷ്ണകാലത്ത് ഉണ്ടാവുന്ന ഒരു പ്രാദേശിക വാദങ്ങളെ പറ്റി പറയാറുണ്ട്. അത് ഏതൊക്കെയാണ്, ലൂ അതുപോലെ മാംഗോ ഷവേഴ്സ്. ഏതൊക്കെയാണ്, ലൂവും അതുപോലെ മാംഗോ ഷവേഴ്സും ആണ്. ഇവിടെ നമുക്കല്ലേ ഈ സമയത്ത് ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലത്തെ പറ്റി ആ സമയത്ത് അതിന് ബാമർ ആയിരുന്നു, പക്ഷെ ഇപ്പം എന്താണ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അതായത് ചൂട് കൂടുതലുള്ള സ്ഥലം എന്താണ് എപ്പോഴും അങ്ങനെ മാറാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഒക്കെ അടുപ്പിച്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാം അല്ലെ, ചൂട് കൂടിയ സ്ഥലം ആ സമയത്ത് ഏതാന്നൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, ഇത് കുറെ മുന്നേ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കുക. ഏതാണ്, നമ്മുടെ ഉഷ്ണകാലത്തുള്ള പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയല്ലേ, അതായത് കാറ്റുകൾ ഏതൊക്കെയാണ്, ലൂ ഉണ്ട് അതുപോലെ മാംഗോ ഷവേഴ്സ് കേട്ടോ. ഏതൊക്കെയാണ്, ലൂവും മാംഗോ ഷവേഴ്സ് എന്താണ്, നമ്മുടെ ഉഷ്ണകാല കാറ്റുകളാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഒരു ബോക്സിൽ കാൽബൈശാഖിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എന്താണ് കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ, കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കാറ്റ് തന്നെയാണ് അല്ലെ. അതായത് എവിടെയാണ്, പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് എന്താ, കാൽബൈശാഖി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, ആലിപ്പഴ വീഴ്ചയാണ് അല്ലെ ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാൽബൈശാഖി എവിടെയാണ് വീശുന്നത്, നമ്മുടെ പശ്ചിമ ബംഗാളിലാണ്. ഏത് സമയത്താണ് ചോദിക്കാറുണ്ട് അല്ലെ, ഉഷ്ണകാലത്താണ്. ഓക്കെ, ഉഷ്ണകാലത്താണ്. ഓക്കെ, അപ്പൊ എവിടെയാണ്, പശ്ചിമ ബംഗാളിലാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ.
ഇത്രയെടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വേറൊരു ക്ലാസ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.